എല്ലാവർക്കും ജേണി വിത്ത് അമിതയിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കർക്കിടക മാസമായിട്ട് ഉലുവ പായസം അല്ലെങ്കിൽ നമ്മൾ ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ആവശ്യമായത് ഐറ്റംസ് പറഞ്ഞാൽ കുറച്ച് ഉലുവ, പച്ചരി, ശർക്കര, പിന്നെ തേങ്ങ ചിരവിയത്, അത്ര ഐറ്റംസേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നന്നായിട്ട് കുതിർത്തിയ ഉലുവ കഴുകി ഒരു കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കഴുകി വെച്ച പച്ചരിയും അതിനകത്തിട്ടിട്ട് വേവിക്കുക. അതൊരു 2 വിസിലല്ലേ 3 വിസിലൊക്കെ മതി. അതിനുശേഷം രണ്ടും നന്നായിട്ട് വെന്തെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ ചിരവി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെച്ച ശർക്കര അതിനകത്തേക്ക് ചേർക്കാം. മധുരം എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എത്രയാണോ വേണ്ടത് അതുപോലെ ചേർക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് നമ്മൾ ചിരവി വെച്ച തേങ്ങയും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ പായസം അല്ലെങ്കിൽ ഉലുവക്കഞ്ഞി റെഡി. കർക്കിടകത്തിൽ ഏറ്റവും പറ്റിയ ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. യു ദെൻ ബൈ ബൈ. ഇതാണ് നമ്മുടെ ഫൈനൽ ഐറ്റം, ഉലുവ കഞ്ഞിയുടെ ഉലുവ പായസം.